1/2 കിലോ അയല ദേ എടുത്ത് വെച്ചിട്ടുണ്ട്. 4 എണ്ണം ഉണ്ട്. നല്ല അയലയാണ്, അത്യാവശ്യം വലിപ്പമുള്ളതാണ്, തീരെ ചെറുതുമല്ല ഒരുപാട് വലുതുമല്ല. ഇതെങ്ങനെ വെട്ടുന്നത് നമുക്ക് നോക്കാം. അയല വറുത്തത് ഭയങ്കര ടേസ്റ്റ് അല്ലേ, എല്ലാവർക്കും ഇഷ്ടമാണ്. അയല വറുത്തതുണ്ടെന്നുള്ള പാട്ടുമൊക്കെ വളരെ ഫേമസ് അല്ലേ. അപ്പം കറി വയ്ക്കുന്നതിന് പകരം നമുക്കിന്ന് വറക്കാം. ആദ്യം അയല മീൻ എടുത്തിട്ട് നമുക്ക് ചെതുമ്പലൊന്ന്, ഇതിൻ്റെ പുറത്ത് ചെറുതായിട്ട് കാണുമല്ലോ ചെതുമ്പൽ, നമുക്കിങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ ചെതുമ്പൽ പോയി കിട്ടും. നമുക്ക് വാലിൻ്റെ ഭാഗത്തുനിന്നേ തുടങ്ങി ഇങ്ങോട്ടിങ്ങനെ കളയുക 2 വശവും. ഇതിപ്പം ശരിക്കും മാറ്റി ഈ അടുക്കള ഭാഗത്തോട്ടാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ചിലപ്പം ചെതുമ്പലൊക്കെ ചെറുതായിട്ട് തെറിക്കും. ഇങ്ങനൊന്ന് മാറ്റി ഇങ്ങനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഇപ്പോൾ ചെതുമ്പലൊക്കെ മാറ്റിക്കഴിഞ്ഞു. ഇനി നമുക്കതേ ഈ ചിറകുണ്ടല്ലോ, ഇതൊന്ന് പതുക്കെ ഇങ്ങനെ എടുത്ത് മാറ്റാം, അല്ലെങ്കിൽ ഇങ്ങനെ മുറിച്ച് കളയാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി ദേ ഈ ഭാഗം, മോൾ ഭാഗം ഇങ്ങനെയൊന്ന് മുറുക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ശരിക്കും കത്രികയാണെങ്കിൽ നല്ല എളുപ്പമാണ്. എനിക്ക് അതിന് പറ്റിയ കത്രികയില്ല, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. ഇനി ഈ ചെളപ്പൂവിൻ്റെ ഭാഗം ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ണ് കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ വായിൻ്റെ ഭാഗവും വെട്ടിക്കളയാം, അതുപോലെ തന്നെ ഈ ഭാഗവും. ഈ കൈ കൊണ്ട് വേണമെങ്കിലും സത്യം പറഞ്ഞാൽ കത്തിയില്ലാതെ നമുക്കിങ്ങനെ എടുക്കാവുന്നതാണ്. ഇങ്ങനെ വലിച്ചെടുക്കാം. കണ്ണ് കളയണമെങ്കിൽ ഈ സമയത്ത് കളയുക. പിന്നെ ഈ ഭാഗം ഇവിടെ ഒന്നിങ്ങനെ കട്ട് ചെയ്യുക. പിന്നെ ചുണ്ടിൻ്റെ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇവിടെയും വിട്ടു ഇവിടെയും വിട്ടു. ഇനി ഇങ്ങനെ പിടിച്ചിട്ട് ഈ ചെകളപ്പൂവിൻ്റെ ഭാഗം ഇങ്ങനെ അകത്തുനിന്ന് വലിച്ചെടുക്കുക. വയറിൻ്റെ ഭാഗം ഇങ്ങനെ പോരും. ഇപ്പം കണ്ടോ? ഇപ്പം ഞങ്ങൾ വറക്കുന്നതുകൊണ്ട് കണ്ണ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വയറിൻ്റെ ഭാഗം വേണമെങ്കിൽ ഇങ്ങനെ വെട്ടി ഇത് വയറ് ക്ലീൻ ചെയ്യാം. ഇപ്പം അകമൊക്കെ കുറച്ച് കറുപ്പൊക്കെ ഉണ്ട് കണ്ടോ. അപ്പം ചിലപ്പോൾ മുട്ട കാണും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഭാഗം വെട്ടിയെടുക്കാം. അപ്പം ഇവിടെ ഒന്ന് വെട്ടാം, ഇവിടെ നിന്ന് ഇങ്ങോട്ടും വെട്ടാം, ഇവിടെ നിന്ന് അങ്ങോട്ടും വെട്ടാം. ഇപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ ഈ ഭാഗം കട്ട് ചെയ്യണം. ഇനി വാലും കൂടെ അങ്ങ് മുറിക്കാം. കണ്ടോ? ഇപ്പം മുട്ടയുണ്ട്. എൻ്റെ മുട്ട നമ്മൾ വറക്കുന്നതിൻ്റെ കൂടെ ഇടും. ഈ വയറൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്യാം. ഈ ചട്ടിയുടെ അടിഭാഗത്തായിട്ട് ഇതേ ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴുകാം. ഈ വയറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. നല്ല ഫ്രഷ് ഇലയാണെങ്കിൽ വളരെ എളുപ്പമാണ്, നമുക്ക് ഒട്ടും വിട്ടുപോകാതെയൊക്കെ കിട്ടും. ഈ അകത്തെ കറുപ്പൊക്കെ മാറ്റി ഇങ്ങനെ ക്ലീൻ ചെയ്യുക. വെള്ളം ഒഴിച്ച് തന്നെ 5-6 പ്രാവശ്യം കഴുകുക. പിന്നെ ഇങ്ങനെ വറക്കാനായിട്ടായതുകൊണ്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. നല്ല പോലെ ഡീപ്പ് കട്ടായിട്ട് ചെയ്യുക. തൊലിയൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. അയലയ്ക്ക് തൊലി കളയാറില്ല ആരും. ദേ ഇങ്ങനെ കട്ട് ചെയ്തു ഇത് മാറ്റി വയ്ക്കാം. അടുത്ത മീനിൻ്റെ ചെതുമ്പൽ ഇതുപോലെ കളയുകയാണ്. ശരിക്കും ഇത് സിങ്കിലോ പുറത്തോ ഒക്കെ കൊണ്ടുവച്ചാണ് വെട്ടേണ്ടത്. ഇതിപ്പോൾ ഞങ്ങൾ ഫ്ലാറ്റിലായതുകൊണ്ട് ഇത് കാണിക്കാൻ ഉള്ള സൗകര്യത്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിപ്പം ഇങ്ങനെ കത്തി കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കല്ലിലോ ഒക്കെ കൊണ്ടിട്ടൊന്ന് പതുക്കെ ഉരയ്ക്കാവുന്ന. ഒരുപാട് ഉരയ്ക്കരുത്, സോഫ്റ്റ് മീനല്ലേ, അതുകൊണ്ട്
ഇനി ഇതിൻ്റെ വീണ്ടും ഇതിപ്പോൾ തല വേണ്ടാന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഇവിടെ വെച്ച് ഞാൻ കട്ട് ചെയ്ത് കളയുക. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കൈ കൊണ്ടങ്ങ് എടുത്ത് കളയാന്നുള്ളതേ ഉള്ളൂ. ഇനി വയറിൻ്റെ ഈ ചെകളപ്പൂവെല്ലാം കൂടെ ചേർത്ത് വയറിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ അങ്ങ് വലിച്ചെടുക്കുക. ഇതും മുട്ടയുണ്ട് കേട്ടോ, എല്ലാ മീനിലും മുട്ടയുണ്ട് ഉള്ളിൽ. ഇനി ഇത് കഴുകിയെടുക്കുക, ഉപ്പിട്ട് ഒന്ന് ഉരച്ച് കഴുകിയെടുക്കുക. എന്നിട്ട് വറക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് വരയുക. ഇത് കഴിഞ്ഞ് നല്ലൊരു സിമ്പിൾ മസാല പുരട്ടി മീൻ വറക്കുന്നുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ഇനി ഇത് കഴുകി മാറ്റി വെക്കാം. അങ്ങനെ 4 മീനും വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട മീൻ മുട്ട കുറച്ചുണ്ട്, അതിങ്ങോട്ടും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പുരട്ടാനുള്ള മസാല തയ്യാറാക്കാം. അയലയും മത്തിയൊക്കെ വറക്കാനുള്ള നല്ലൊരു മസാലയാണ് കാണിക്കുന്നത്. എൻ്റെ അമ്മ വറക്കുന്ന രീതിയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിലേക്കായിട്ട് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതായത് ഇപ്പം 4 മീനായതുകൊണ്ട് കുറച്ച് മതി. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് കുറച്ച് കൂടുതൽ ഒരു 10-12 എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വലുതാണെങ്കിൽ 4-5 എടുത്താൽ മതി. ഇത് അരകല്ലിൽ വെച്ച് അരയ്ക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എനിക്ക് അരകല്ല് ഇല്ലാത്തത് കൊണ്ട് മിക്സിയിലോ അല്ലെങ്കിൽ ഇടികല്ലിലോ ഒക്കെ ചതച്ചെടുക്കാം. ഇതും കറിവേപ്പിലയും കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം. ഇവിടെ ചേനക്ക് ഇഷ്ടമാണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടാണ് വറക്കുന്നത്. അതില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചെറിയ ഉള്ളി ഒന്ന് ഇടികല്ലിൽ ചതച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. മിക്സിയിൽ കുറച്ചായിട്ട് അരയാൻ പാടാണ്, അതുകൊണ്ടാണ് ഇതെടുത്തത്. ഇതൊന്ന് ചതയ്ക്കാം ആദ്യം. ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, അത് വേറൊരു ടേസ്റ്റാണ്. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ചെറിയ ഉള്ളി നന്നായിട്ട് ചതച്ചെടുത്തതേ ഏകദേശം 1.5 ടീസ്പൂണോളം ഉണ്ട്. ഇത്രയും മതിയാവും. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി, ഏകദേശം 1.5 തൊട്ട് 2 ടേബിൾ സ്പൂണോളം ഇടാം. ഇതിപ്പം കാശ്മീരി ചില്ലി പൗഡറും സാദാ ചില്ലി പൗഡറും കൂടെ ഒരുമിച്ച് പൊടിച്ചതാണ്, അതുകൊണ്ട് എരിവും കളറും ഒക്കെ അത്യാവശ്യം കാണും. പിന്നെ 1/4 തൊട്ട് 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി. അപ്പം മുഴുവൻ കുരുമുളക് വേണമെങ്കിൽ ഈ ചെറിയ ഉള്ളിയുടെ കൂടെ ഇട്ട് ചതയ്ക്കാവുന്നതാണ്, അങ്ങനെ ചെയ്യാം. ഏകദേശം 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ്. പിന്നെ വേണ്ടത് ഉപ്പ് ആവശ്യത്തിന്. ഇതൊക്കെ ഒരു കൈക്കണക്കാണ് സത്യം പറഞ്ഞാൽ നോക്കേണ്ടത്. ഏകദേശം 1.5 ടീസ്പൂൺ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. ഇത് കറിവേപ്പില ഒന്ന് ഞെരടി ഇടുക. ഇനി കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ച് യോജിപ്പിച്ച് വെക്കുക. ഈ വയറിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ മസാല തേച്ച് പിടിപ്പിക്കുക.
വേണമെങ്കിൽ അല്പം വെള്ളം കൂടെ ചേർത്ത് തിരുമ്മി പിടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊന്ന് നന്നായിട്ടൊന്ന് അകത്തൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കട്ടെ. ഇങ്ങനെ നന്നായിട്ടൊന്ന് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് 10-15 മിനിറ്റ് വെക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ മീൻ മുട്ടയിലും പുരട്ടുന്നുണ്ട്. അല്പം വെള്ളം കൂടെ കുടഞ്ഞ് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. മീൻ പുരട്ടി വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വറക്കാം. അതിന് വേണ്ടിയിട്ട് സ്ഥിരം മീൻ വറക്കുന്ന പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഡീപ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ്. അതുകൊണ്ട് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ എണ്ണ മതിയാവും. വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അടിക്ക് പിടിക്കാതിരിക്കാൻ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് അരി ഇടുക. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് വേണം ഇടാൻ. കുറച്ച് അപ്പം അരിയൊന്ന് നല്ല പോലെ മൂത്ത് വരും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മീൻ വറക്കുമ്പോഴത്തേക്ക് അത് ഒട്ടിപ്പിടിക്കാതെ മറിച്ചിടാനായിട്ട് നല്ല സൗകര്യമായിരിക്കും. ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ മത്തി വറക്കുന്ന വീഡിയോയിലും ചെയ്തിട്ടുണ്ട്. നല്ലൊരു ടിപ്പാണ്. പിന്നെ മീനിൻ്റെ മണം, വറക്കുന്ന മണം ഫ്ലാറ്റിലൊക്കെ താമസിക്കുക അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കുമ്പോൾ ഭയങ്കര മണമായിരിക്കുമല്ലോ. അപ്പം അധികം വരാതിരിക്കാൻ ഇതുപോലൊരു മെഴുകുതിരി കത്തിച്ച് സൈഡിൽ വെക്കുന്നത് നന്നായിരിക്കും. അരിയൊക്കെ മൂത്തു. കറിവേപ്പില വേണമെങ്കിൽ ഇടാം, പക്ഷെ അതാകുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കും. നമ്മളിപ്പം ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ കറിവേപ്പില ഇപ്പോൾ ഇട്ട് കൊടുത്ത് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പം നമുക്ക് മീൻ ഓരോന്നായിട്ട് നിരത്തി കൊടുക്കാം. മസാലയിൽ പൊതിഞ്ഞ അയല. ഫ്ലെയിം ഒരുപാട് ഹൈയും ആവരുത്, തീരെ ലോയിലും വെക്കാതെ ഇടയ്ക്ക് വെച്ച് വറക്കുക. ഇപ്പോൾ 3 അയല ഇട്ടപ്പോൾ തന്നെ നിറഞ്ഞു. ഈ സൈഡിലോട്ട് എങ്ങനെയെങ്കിലും ഒന്ന് നീക്കിയിട്ട് വെക്കണം. നാലാമത്തെ അയില ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ മീൻ മുട്ട ഞാൻ ഇതിൻ്റെ കൂടെ വെച്ചിരുന്നേ, അതും കൂടെ സൈഡിലിട്ട് കൊടുക്കുക. അത് നല്ല മുരിഞ്ഞ് ഫ്രൈ ആയിട്ട് ഇങ്ങനെ വരും. ആ ഉള്ളിയൊക്കെ മൂത്ത് വരുമ്പോൾ ഭയങ്കര മണമാണ്, നല്ല സുഗന്ധം. ഈ മസാലയൊക്കെ നല്ലപോലെ പിടിപ്പിച്ച് വെക്കുക. ഉപ്പ് കറക്റ്റായില്ലെങ്കിൽ ആ മണം അറിയാൻ പറ്റും കേട്ടോ. ഉപ്പ് കുറവാണെന്നുള്ള നല്ലൊരു മണം കിട്ടില്ല. ഉപ്പ് കറക്റ്റാണെങ്കിൽ നല്ല മീൻ വറക്കുന്ന മണം വരും. അപ്പം ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വറക്കുന്നതാണ് നല്ലത്. മറ്റ് ഓയിലൊക്കെ മീൻ വറുത്താൽ ആ ടേസ്റ്റ് കിട്ടില്ല. ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. മീൻ മൂത്ത മണമൊക്കെ വന്നു തുടങ്ങി. നമുക്ക് മറിച്ചിടാം. ഇപ്പം ഈ അരിയൊക്കെ ഇട്ടുകൊണ്ടേ എളുപ്പമാണ് മറിച്ചിടാൻ. ഈ പാത്രം ചെറുതായതുകൊണ്ടുള്ള ഒരു ഇതേ ഉള്ളൂ. കണ്ടോ? മീനിൻ്റെ മുട്ടയൊക്കെ ഇടയ്ക്ക് കിടപ്പുണ്ട്. ഇനി വേണമെങ്കിൽ അല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കറക്റ്റായിട്ട് ഒരു വശം മൂത്തിട്ടുണ്ട്. വേണമെങ്കിൽ അല്പം വെളിച്ചെണ്ണയും കൂടെ.
അപ്പോൾ നമുക്കൊന്നും ഈ മീൻ വറുത്ത് കഴിഞ്ഞിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യം വരില്ല വെളിച്ചെണ്ണയൊന്നും. പിന്നെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ആ എണ്ണ തന്നെ വീണ്ടും വീണ്ടും വറക്കുക എന്ന് പറയുന്നത് അത്ര ഹെൽത്തി അല്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ തന്നെ വറക്കുന്നതാണ് നമുക്ക് ആരോഗ്യത്തിനും നല്ലത്. ഒന്നും മിച്ചം വരികയില്ല. മീൻ വറുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്രം കഴുകി വെക്കുക, അത്ര മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ വീണ്ടും കുറച്ച് കറിവേപ്പിലയൊക്കെ കൂടെ മുകളിലിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇവിടെ കിടന്ന് ഒന്നുകൂടെ ഒന്ന് മൂക്കട്ടെ. അങ്ങനെ മസാലയിൽ പൊതിഞ്ഞ അയല വറുത്തത് റെഡിയായിട്ടുണ്ട്. ഇതിപ്പം കറക്റ്റ് മൂത്തിരിക്കുകയാണ്. ഇനി കൂടുതലായിട്ട് മൂപ്പിക്കണം എന്നുള്ളവർക്ക് കൂടുതലായിട്ടത് നേരം വെച്ച് വറുത്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടായതുകൊണ്ടാണ് ഞാൻ ഫോർക്ക് യൂസ് ചെയ്യുന്നത്. വാ പൊള്ളില്ലേ? ഇത് മുള്ളൊക്കെ ഉണ്ട് ചെറുതായിട്ട്. ഉപ്പ് എരിവൊക്കെ കറക്റ്റാണ്. ചോറും അയല വറുത്തതും ഒരു മോര് കാച്ചിയതോ സാമ്പാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചോറുണ്ണാം. ഞങ്ങളിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പോവുകയാണ്. എല്ലാവരും അപ്പം ഇതേ രീതിയിലൊന്ന് മീൻ വറുത്ത് നോക്കുക. ചെറിയ ഉള്ളി അരച്ച് തന്നെ നോക്കുക. വേറൊന്നും ഇഞ്ചി വെളുത്തുള്ളിയും ചേർക്കാതെ ഈ രീതിയിൽ തന്നെ നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.